കുഞ്ഞുങ്ങളോടുള്ള ക്രൂരത അത് പെരുകി പെരുകി വരികയാണ്. നമ്മൾ ഒരുപാട് കാണുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് വന്നേക്കുന്ന ഒരു വിധി എന്ന് പറയുന്നത്, ഹൈക്കോടതിയുടെ വിധി വളരെ ഒരു ആശ്വാസകരമായ ഒരു വിധിയാണ്. അതിഥി നമ്പൂതിരി എന്ന് പറയുന്ന 7 വയസ്സുകാരി പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു. അത് കൊലപാതകത്തിനുള്ള തെളിവില്ല എന്ന് വിചാരണ കോടതി പറഞ്ഞു. വിചാരണ കോടതിയോട് എനിക്ക് സഹതാപമുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ. കാരണം ആ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അതിനെ ശാരീരികമായി ഒരുപാട് ഉപദ്രവം ഏറ്റിട്ടുള്ളതായിട്ട് വെളിവായിട്ടുണ്ട്. പട്ടിയെ കൊണ്ടൊക്കെ അടിക്കുന്നതിനെ കേട്ടോ, അത് ഉണ്ടായി. അതുപോലെ തന്നെ അതിൻ്റെ ആമാശയത്തിലുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. കാരണം കഴിഞ്ഞ 7 ദിവസമായിട്ട് ആ കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. പട്ടിയും കിട്ടു കൊന്നതാണ് അതിനെ. എന്നിട്ട് അതിന് വയറുവേദനയാണെന്നും പറഞ്ഞാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. ശൂന്യമാണ് വയറ്, ഒന്നുമില്ല കുഞ്ഞിന് കഴിക്കാൻ. അവസാനം അവശേഷിച്ചിരുന്നത് എന്താണെന്നറിയോ? 2 ആഴ്ച മുമ്പ് കഴിച്ച മാങ്ങയുടെ തൊലി. ഈ മാങ്ങയുടെ തൊലി ദഹിക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ. അത് പെട്ടെന്ന് ദഹിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ മാങ്ങ പലപ്പോഴും ചെത്തി കഴിക്കുന്നത്. മാങ്ങ അല്ലാതെ കടിച്ചു നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി നേരെ പോയി കഴിഞ്ഞാൽ അത് എളുപ്പമൊന്നും ദഹിക്കത്തില്ല, അതങ്ങനെ കിടക്കും. ആമാശയത്തിൻ്റെ ഭിത്തിയിലെങ്ങാണ്ട് പറ്റിപ്പിടിച്ചിരുന്ന അല്പം തൊലി, മാങ്ങാത്തൊലി അല്ലാതെ ആ കുഞ്ഞിൻ്റെ ശരീരത്തിനകത്തൊന്നുമില്ല. 7 വയസ്സുകാരി ഒന്നും ആഹാരം കഴിച്ചില്ല. അതിനോടൊപ്പമുള്ള 10 വയസ്സുകാരൻ സഹോദരൻ, അവൻ പറഞ്ഞു ഈ കുഞ്ഞിനുണ്ടായ ഉപദ്രവങ്ങൾ അവൻ പറയുന്നുണ്ട്. ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതാണ് വിചാരണ കോടതിയുടെ ശിക്ഷ വന്നത്. ഇനി ഇതിൻ്റെ സംഭവം എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരുത്തൻ കേട്ടോ, അവൻ്റെ ഭാര്യ മരിച്ചുപോയി, അപകടത്തിൽ മരിച്ചതാണ്. അത് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളാണ്, ഒന്ന് അതിഥി എന്ന് പറയുന്ന ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയും പിന്നെ അതിൻ്റെ സഹോദരൻ 10 വയസ്സുകാരനും. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ വേറൊരിടത്തെ കല്യാണം കഴിക്കുന്നു, റംല. നല്ലതായിട്ട് ചേരും കേട്ടോ. അതിഥി അല്ല, അത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും റംലയും നമ്മളെ ഈ ലഡ്ഡും പോത്തിറച്ചിയും കൂടെ ഉള്ള കണക്ഷനാണ്. അതെന്ന് വെച്ചാൽ അത്രത്തോളം വളരെ ചേരുന്നതാണ്. ഏതായാലും ശരി, കല്യാണമൊക്കെ കഴിഞ്ഞു. അന്ന് മുതൽ എവൾ ഈ കുഞ്ഞുങ്ങളെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. ഏവനൊരു മ്യൂട്ട് സ്പെക്ടേറ്ററായിട്ട് നിൽക്കും ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. കാര്യം അവന് ഇത് പ്രശ്നമല്ല, അവനും ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും. അങ്ങനെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾ കിടക്കുകയാണ്. എന്നിട്ട് മാത്രം ഇതിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ എവിടെ ചൂടുവെള്ളം എടുത്തൊഴിക്കും. എന്നിട്ട് അതിനെ ആശുപത്രി അതിനെ കൊണ്ടുപോകത്തില്ല, ചികിത്സിക്കത്തില്ല പൊള്ളലേൽക്കുമ്പോൾ. അതുവരെ ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞിൻ്റെ അടുത്ത്. ഇത്രയും ക്രൂരത അനുഭവിച്ച ഒരു പെൺകുഞ്ഞാണ് അത്. ആ കുഞ്ഞ് അകാലത്തിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് മേഡറാണെന്ന് കാണാൻ എന്തുകൊണ്ട് വിചാരണ കോടതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതിനകത്ത് എനിക്ക് വളരെ അതിശയമാണ്, അത്ഭുതമാണ്. ഒരാളെ പട്ടിണിക്കിട്ട് കൊല്ലുക, അപ്പോൾ അതിന് തെളിവ് വേണമെന്ന് പറയും. ശരിയാണ്, പട്ടിണിക്കിട്ട് കൊന്നു എന്നുള്ളതിന് തെളിവ് വേണം. അയാളുടെ ആമാശയത്തിൽ ഒന്നുമില്ല, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമല്ലേ. അതിപ്പോൾ ഒരു ഇത്തിരി വയസ്സുള്ള ഒരാളുടെ ആണെങ്കിൽ നമുക്കത് പറയാം, അയാൾ ചിലപ്പോൾ കഴിച്ചു കാണത്തില്ല എന്ന് പറയാം. പക്ഷേ ഈ 7 വയസ്സുള്ള കുഞ്ഞിന് ഇവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഉള്ളപ്പോൾ ആ കപ്പാസിറ്റിയിൽ കഴിയുമ്പോൾ അതിന് ആഹാരം കിട്ടാതെ, ആഹാരം കഴിക്കാതെ ഇരുന്നിട്ട് അത് മരിക്കുമ്പോൾ അത് കൊലപാതകമല്ലേ, മർഡറാണത്. ഒരാളെ പട്ടിണിക്കിട്ട് കൊല്ലുക. നമ്മൾ കണ്ടല്ലോ, വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയിട്ട് ഒരുത്തൻ, ഒരു നീചൻ, അവൻ ചെയ്ത ഒരു ക്രൂരൻ, അതിനെ പട്ടിണിക്കിട്ട് അതിനെ കൊന്നു. അതിന് ഏതാണ്ട് 28 കിലോഗ്രാം തൂക്കമായിരുന്നു ഉണ്ടായിരുന്നത് മരിക്കുന്ന സമയത്ത്. ആഹാരം കൊടുക്കത്തില്ല, പട്ടിണിക്കിട്ട്. എന്നിട്ട് അതങ്ങ് മരിച്ചുപോയി, കാര്യം തീർന്നല്ലോ, എളുപ്പമല്ലേ. ഇത്രയും ക്രൂരത കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ എന്നുള്ളത്. ഇതിനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ? ഇന്ന് ആ രീതിയിലല്ലേ വേണ്ടത്? അങ്ങനെയുള്ളതല്ലേ ഇവരെ ഇത്രയും വലിയ ക്രൂരതയല്ലേ കാണിക്കുന്നത്? എന്നിട്ട് ജനങ്ങളൊക്കെ പറയുന്നത് അവരറിഞ്ഞില്ലേ, ഞങ്ങൾ കേട്ടില്ല. നിങ്ങൾ അറിയണം, നിങ്ങളുടെ അയലത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ഒരാൾ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഇതൊന്നും ആർക്കും ഒന്നും അറിഞ്ഞൂടാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ആർക്കും ആരുടെ കാര്യം ഒന്നും അറിഞ്ഞൂടാ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. ഇതിനെ എന്താണെന്നറിയോ, ഇതിപ്പോൾ അവസാനം ഈ കുഞ്ഞ് ഈ രീതിയിൽ അത്രയും ക്രൂരമായിട്ട് ഉള്ള ഈ ട്രീറ്റ്മെൻറ്റിനാണ് മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞാൽ അതിന് എന്തോന്നു വയറുവേദനയായിരുന്നു, വേറെ അതായിരുന്നു അപസ്മാരം കൊണ്ടാണ് മരിച്ചതെന്നൊക്കെ ആക്കി. പക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ ഇതല്ലാതെ തെളിഞ്ഞു. കോടതി അത് നോക്കേണ്ടിയിരുന്നത്
ഈ 7 വയസ്സ് മാത്രമേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ. അതിന് വെളിയിൽ പോയി ജോലി ചെയ്ത് കഴിയാനുള്ള ആരോഗ്യമില്ല. ഇതിനെക്കൊണ്ട് കഠിനമായ ജോലിയാണ് ഈ 2 പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ റംല എന്ന് പറയുന്നവള് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിലെ പണി മുഴുവൻ അവർ ചെയ്യണം. രാജ്ഞിയായിട്ട് ഇങ്ങനെ കയറിയിരിക്കും. അതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ആ ദേഷ്യമുണ്ടല്ലോ. ബാക്കി ഞാൻ പറയുന്നില്ല. ഏതായാലും ഈ കുഞ്ഞുങ്ങൾ അതിദാരുണമായിട്ട് അവർ ഒരുപാട് പീഡിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലൊക്കെ ചൂടുവെള്ളമൊക്കെ എടുത്ത് ഇളച്ച വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ കുഞ്ഞിൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത്രയും അത് പീഡിപ്പിക്കപ്പെട്ടു. ആ കുഞ്ഞ് മരിച്ചത് നന്നായി. കാരണം അല്ലെങ്കിൽ അതിന് കൂടുതൽ പീഡനങ്ങൾ കിട്ടിയാനേ. എന്നിട്ട് ഇത് കാണാൻ കോടതികൾക്ക് പോലും കണ്ണില്ലാതെ പോയി എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ 7 വയസ്സുകാരി ആഹാരം കിട്ടാതെ, ആഹാരമില്ല, അത് വയറ് ശൂന്യം, പട്ടിണി കിടന്ന് മരിച്ചു. അത് കൊലപാതകത്തിന് തെളിവില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇല്ലെങ്കിൽ ആര് ഈ കുഞ്ഞിനെ പട്ടിണി കിട്ടുന്ന ഇവള് പറയണം. ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പറയണം. അത് പറയാനില്ലല്ലോ. വേറെ ആരെയും ചൂണ്ടിക്കാണിക്കാൻ, ഇവർക്ക് ആഹാരം കൊടുക്കാൻ ഇന്നാരും സമ്മതിച്ചില്ല എന്ന് പറയാൻ ആരുമില്ലല്ലോ. അതാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മ ഇല്ലാതെ പോയില്ലേ. അതുകൊണ്ടല്ലേ ഇത്രത്തോളം പീഡിപ്പിക്കേണ്ടി വന്നതും ഈ 7 വയസ്സുകാരി അത് ദാരുണമായിട്ട് കൊല്ലപ്പെടേണ്ടി വന്നതും. അതിൻ്റെ അമ്മ മരിച്ചുപോയി. അതാണ് പ്രശ്നം. ഇതേപോലെ അമ്മ മരിച്ചുപോയത് നമുക്ക് മനസ്സിലാവും, വേറെ മാർഗമില്ല, അത് ഒരു അനിവാര്യതയായിപ്പോയി, മരിച്ചുപോയി. പിന്നെ ഈ കുഞ്ഞുങ്ങളെ നോക്കാനായിരിക്കാം ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി പോയി ഇതുപോലുള്ള ഒരു മറുതായി പോയി കെട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ അത് അയാൾക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുത്തിയെ ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് വരുമോ ഈ കാര്യത്തിന്? അതിന് പോട്ടെ, എന്തായാലും അയാൾ ചെയ്തു. ഏതായാലും ഇപ്പം ഇത് കഴിഞ്ഞ് വിചാരണ കോടതി സുബ്രഹ്മണ്യം പോറ്റിക്ക് 3 വർഷവും അതേപോലെ തന്നെ ഈ കുഞ്ഞൻ ഈ റംല എന്ന് പറയുന്ന സ്ത്രീക്ക് 2 വർഷവും തടവ് ശിക്ഷ കൊടുത്തു. അത് പെട്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് വെളിയിറങ്ങും, സുഖമാണ് എന്നല്ലോ, കുഴപ്പമില്ല. 2013 കൊല്ലപ്പെട്ടതാണ് ഈ കുഞ്ഞ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇതിൻ്റെ വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ശരിയായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത്. അതിന് ഞാൻ ആ ജഡ്ജിമാരെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് കൊലപാതകമാണ് എന്ന് കണ്ടെത്തുന്നതിൽ വിചാരണ കോടതി അമ്പേ പരാജയപ്പെട്ടു. ആ വിചാരണ കോടതി പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്നും ഈ കാര്യത്തിന് പര്യാപ്തമല്ല. ഇത് കൊലപാതകമല്ല എന്ന് കാണാൻ പര്യാപ്തമല്ല. കൊലപാതകത്തിന് തെളിവുണ്ട്. യഥാർത്ഥത്തിൽ തെളിവ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരൊറ്റ തെളിവ് മതി. ഒരാൾ ആഹാരം കിട്ടാതെ മരിക്കുന്നു, ആഹാരം കൊടുക്കേണ്ട ആൾ ആഹാരം കൊടുക്കുന്നില്ല, ആഹാരം ഡിനേ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് കൊലപാതകമായി മാറത്തില്ലേ? കൊലപാതകമാണ്. ഒരാളെ പട്ടിണിക്കിട്ട് കൊന്നാൽ അത് കൊലപാതകമാണ്, സംശയമൊന്നും വേണ്ട. അപ്പോൾ ആ ഉദ്ദേശത്തോടാണ് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഈ രീതിയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും ശരി, അങ്ങനെ അത് നമ്മൾ കണ്ടു. ഏതായാലും ഹൈക്കോടതി അത് 2 പേർക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കൊടുത്തിട്ടുണ്ട്. കിടക്കട്ടകത്ത് കിടക്കണം, അവിടെ കിടന്ന് മരിക്കണം, വെളിയിറങ്ങരുത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഇത് ലോകത്തിറങ്ങി ജീവിക്കാൻ അർഹരല്ല ഇവർ. അത്രത്തോളം ക്രൂരത കാണിച്ച ആളുകളാണ്. ഇത് സമൂഹത്തിൻ്റെ ഒരു പാഠമായിരിക്കണം. അതേപോലെ തന്നെയാണ് പത്തനംതിട്ട അഴിയൂരെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായ വളരെ ദാരുണമായൊരു സംഭവം. അച്ഛനും അമ്മയും വേർപിരിയുന്നു. വിവാഹബന്ധം വേർപെടുത്തുകയാണ്. അമ്മ വിദേശത്ത് ജോലിക്ക് പോയി, ഈ അച്ഛൻ ഇവിടെ ഉണ്ട്. ഈ അച്ഛൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പം 12 വയസ്സ് ഉള്ള ഒരു കുട്ടി. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അവൻ രക്ഷപ്പെട്ടു. അവൻ ശിക്ഷാ സമിതിയുടെ കസ്റ്റഡിയിലാണ്. ചൈൽഡ് ലൈനിലേക്ക് മാറി, ആ രീതിയിലേക്ക് പോയി. അവനെ ഈ കഴിഞ്ഞ, അതായത് 2019 മുതൽ അവനെ ഉപദ്രവിക്കുക, കഴിഞ്ഞ 6 വർഷം. അപ്പോൾ 12 വയസ്സ് ഇപ്പോൾ ഉള്ള ഒരു കുഞ്ഞിന് 6 വയസ്സ് മുതൽ അവൻ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാവുകയാണ്. വേറെ ആരുമല്ല, ഇവൻ്റെ ഈ അച്ഛൻ തന്നെ. അവൻ ചെയ്യുന്ന പണി എന്തെന്നറിയോ? ഈ പ്ലാസ്റ്റിക് കയറങ്ങോട്ട് മടക്കി 4ആയിട്ട് മടക്കിയിട്ട് ഈ കുഞ്ഞിൻ്റെ മുതു അടിച്ചങ്ങ് പൊളിക്കും. ആലോചിക്കാൻ പറ്റുന്ന കാര്യമൊന്നും. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഭിത്തിയിൽ ഭയങ്കരമായിട്ട് ഇടിക്കും. പിന്നെ ശാരീരികമായ അല്ലാത്ത ഉപദ്രവങ്ങളൊക്കെ അവനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ആ കുഞ്ഞിനെ ഇടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇവനെ ഉണ്ടല്ലോ എടുത്തിട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച അതുപോലെ അതിദാരുണമായിട്ട് ഉപദ്രവിച്ചു, ഭീകരമായിട്ട് ഉപദ്രവിച്ചു. ഉപദ്രവം സഹിക്കാൻ വയ്യത് കുഞ്ഞു കരഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് അടുത്ത വീട്ടിൽ കയറി, അയലത്തെ വീട്ടിൽ. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. അവൻ ഇതുവരെ പറയാതിരുന്ന കാര്യങ്ങൾ അവൻ പേടിച്ചാണ്. കാരണം വീണ്ടും വീണ്ടും ഇവൻ തന്നെ ഉപദ്രവിക്കുമല്ലോ എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതാണ്
ഏതായാലും ശരി, അയൽക്കാർ സ്കൂളിൽ വിളിച്ചു പറഞ്ഞു, അവർ ചൈൽഡ് ലൈനിലും ഒക്കെ ഈ വിവരം വിളിച്ചു പറഞ്ഞു, വിവരം അറിഞ്ഞു. അവരറിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി അതിന് നടപടിയെടുത്തു. അത് നല്ല കാര്യമാണ്. ആ കുഞ്ഞിനെ ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഹോമിലേക്ക്, ശിശുക്ഷേമ ഭവന അതിലേക്ക് മാറ്റിയേക്കാണ് സമിതി, അവരുടെ കസ്റ്റഡിയിലേക്ക് മാറ്റി. ആ കുഞ്ഞിനെ രക്ഷപ്പെടും. അവന് കൗൺസിലിംഗ് കൊടുക്കണം. കാരണം ഇപ്പോൾ തന്നെ അവന് ഭയമാണ്. കാരണം ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് അത്രയും പീഡനങ്ങൾ ഏൽക്കുന്നതാണ്. 6 വയസ്സ് മുതൽ ഈ കുഞ്ഞ് ശാരീരികമായി നിരന്തരം ഉപദ്രവം നേരിടുകയാണ് അവൻ്റെ കയ്യിൽ നിന്ന്. അവൻ്റെ വൈഫിൻ്റെ അടുത്തുള്ള, അവൻ്റെ ഭാര്യയുടെ അടുത്തുള്ള ഫ്രസ്ട്രേഷൻ അവൻ തീർക്കുന്നത് ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടാണ്. ഇവൻ എന്തിന് കസ്റ്റഡിയിലെടുത്തു ഈ കുഞ്ഞിനെ? ഈ തള്ള പോയപ്പോൾ അതിൻ്റെ ഗുണം അയച്ചാൽ പോരായിരുന്നു. ഇപ്പോൾ ആ വിദേശത്തുള്ള ആ സ്ത്രീ, ആ അമ്മ എന്ന് പറയുന്നവർ ഈ വിവരം ഇവരറിയിച്ചിട്ടുണ്ട്. അവർ ഉടനെ നാട്ടിൽ വരുന്നുണ്ട്, ഈ കുഞ്ഞിനെ കസ്റ്റഡി ഏറ്റെടുക്കാൻ വരുന്നുണ്ട്. ഇനി അതെങ്ങനെയുള്ളതാണെന്ന് അന്വേഷിച്ചിട്ട് വേണം കസ്റ്റഡി കൊടുക്കാൻ. അതിന് വേറെ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ കസ്റ്റഡിയിലൊക്കെ കൊടുക്കാൻ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ 2 എണ്ണത്തിന് ഈ കുഞ്ഞിനെ കൊടുക്കരുത്. കാരണം ഈ കുഞ്ഞ് ഇനി അകാലത്തിൽ കൊല്ലപ്പെടും. 12 വയസ്സേ ഉള്ളൂ. അവനിപ്പോൾ അഡോളസൻറ്റ് സ്റ്റേജ് ആയി വരുന്നതേ ഉള്ളൂ. ജീവിക്കാൻ ഒരുപാട് അവസരങ്ങളുള്ള ഒരു കുഞ്ഞാണ്. അവനെങ്കിലും രക്ഷപ്പെട്ടെ. ഇതുപോലുള്ള ക്രൂരതകൾ കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, അച്ഛനും അമ്മയും പിരിഞ്ഞു പോകുമ്പോൾ ഈ മക്കളല്ലേ സഹിക്കുന്നത്? ഈ അച്ഛനും അമ്മയും ഒന്നും സഹിക്കുന്നില്ല. അച്ഛനെ അവൻ പോയി വേറെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ അമ്മ പോയി അവൾ വേറെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ സൗകര്യമായിട്ട് ജീവിക്കും. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? എന്തിനാണ് ഇതിനെ ഇവർ നിർമ്മിച്ച് പുറത്തേക്ക് വിട്ടത്? അതാദ്യം ചിന്തിക്കണ്ടേ. ഇവനെ ഇവക്കും കൂടെ ഒന്നിച്ച് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്തയാണെന്നുണ്ടെങ്കിൽ എന്തിനീ കുഞ്ഞിനെ ജനിപ്പിച്ചു? അത് ചിന്തിക്കണം. ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത് വളരെ നമ്മുടെ കണ്ണ് നനയിക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതുപോലെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതുപോലെ പീഡനമേൽക്കുന്ന, ക്രൂരത അനുഭവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ നിരവധിയാണ്. നമ്മൾ അവരെ കണ്ണ് തുറന്ന് കാണണം, സമൂഹം കാണണം. ഇവിടെ ഏതെങ്കിലും വീടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് എല്ലാവരും ജാഗരൂകരായിരിക്കണം ഈ കാര്യത്തിൽ.